ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ എന്ത് കാര്യത്തിലും അതിവേഗം അത് കാര്യപ്രാപ്തി ആകുവാൻ വേണ്ടിയാണ് വഴിപാടുകൾ നടത്തുന്നത്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നടക്കുവാനും തടസ്സങ്ങൾ നീങ്ങുവാനുമൊക്കെയാണ് വഴിപാടുകൾ നമ്മൾ നടത്തി ക്ഷേത്രങ്ങളിൽ പൂജകളും പുഷ്പാഞ്ജലികളുമൊക്കെ ഭഗവാന് അർപ്പിക്കുന്നത്. എന്നാൽ നിത്യേന നമ്മുടെ ജീവിതത്തിൽ വൈകിട്ട് ത്രിസന്ധ്യയ്ക്ക് നെയ്വിളക്ക് തെളിയിച്ച ശേഷം ഞാൻ ഈ പറയുന്ന പ്രാർത്ഥന ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അത് ഒരു തടസ്സവും കൂടാതെ അത് നടന്നിരിക്കും. അതായത് തങ്ങളുടെ ഉദ്യമങ്ങളിൽ കുഴപ്പമില്ലാതെ വിജയത്തിൽ എത്തിക്കാൻ വേണ്ടി ഭക്തർ എന്താണ് ചെയ്യേണ്ടത് എന്ന ശിവഭഗവാന്റെ ചോദ്യത്തിന് ദുർഗാദേവി നൽകുന്ന ഉപദേശമാണ് സംസ്കൃതത്തിലുള്ള ദുർഗാ സപ്തശ്ലോകി സ്തോത്രവും അതിൻ്റെ ഫലശ്രുതിയും. ദേവീ മഹാത്മ്യത്തിലുള്ള 7 ശ്ലോകങ്ങളാണ് ദുർഗാ സപ്തശ്ലോകി എന്ന് അറിയപ്പെടുന്നത്. തികഞ്ഞ വിശ്വാസത്തോടും ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി ഇത് പതിവായിട്ട് ചൊല്ലുന്നവർക്ക് ദുർഗാദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും തീർച്ചയായും ലഭിക്കും. എല്ലാ ശ്രമങ്ങളിലും അവർ വിജയിച്ചിരിക്കും. സമ്പത്ത്, ആരോഗ്യവും ഓർമ്മശക്തിയും അറിവും വിജയവും നല്ല കുടുംബജീവിതവും അവർക്ക് ലഭിക്കും. എല്ലാ പ്രശ്നങ്ങളും ഭയവും ദുഃഖവും ദാരിദ്ര്യവും ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും. ദേവീ മഹാത്മ്യം നിത്യവും പൂർണ്ണമായും ജപിക്കാൻ സമയം കിട്ടാത്ത ഭക്തർക്ക് അതിന് പകരം കുറഞ്ഞ സമയത്തിനുള്ളിൽ ജപിക്കാൻ ഉത്തമമായ ഒരു പ്രാർത്ഥനയാണ് സപ്തശ്ലോകി ദുർഗാസ്തോത്രം. ജഗജ്ജനനിയുടെ അത്ഭുതകരമായ അവദാനങ്ങളെ പ്രകീർത്തിക്കുന്ന ഈ 7 ശ്ലോകങ്ങൾ ശുദ്ധമായ ശരീരത്തോടും ഹൃദയത്തോടും കൂടി ഉത്തിഷ്ഠകാര്യം സങ്കല്പിച്ച് 108 തവണ വീതം 41 ദിവസം തുടർച്ചയായി ജപിച്ചാൽ മനസ്സിലുള്ള കാര്യം ഉറപ്പായും നടന്നിരിക്കും. നിത്യേന 108 തവണ ചൊല്ലാൻ കഴിയാത്തവർക്ക് 7 തവണ വീതവും 7 ശ്ലോകങ്ങൾ മുടങ്ങാതെ ചൊല്ലാം. ശത്രുക്കൾ, ബാധകൾ, രോഗങ്ങൾ, ദുരന്തങ്ങളും ആകസ്മിക വിപത്തുകളുമൊക്കെ മാറും. സമ്പൽ സമൃദ്ധിയും ജ്ഞാനലബ്ധിയും സദ്വിദ്യാബുദ്ധിയും ദേവീപ്രീതി ഇവയ്ക്കായും ഈ ജപം ഏറ്റവും ഉത്തമമാണ്. ദുർഗാദേവിയുടെ ചിത്രത്തിന് മുന്നിൽ വലതുവശത്ത് നിലവിളക്ക് കൊളുത്തിവെച്ച്, അതായത് നെയ്യൊഴിച്ച് വിളക്ക് തെളിയിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന പ്രഭാതത്തിലും സായാഹ്നത്തിലും ഈ മന്ത്രം ജപിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥന ജപിക്കുക. പുതിയ എന്ത് കാര്യം തുടങ്ങുവാനും അതിനു മുമ്പായിട്ട് ഈ സ്തോത്രം ജപിച്ചാൽ ശുഭഫലം തീർച്ചയാണ്. ഓരോ ശ്ലോകത്തിലും പ്രത്യേക ഫലദാന ശക്തിയുണ്ട്. ദേവി പ്രധാനമായും ഇത് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും തിങ്കളാഴ്ചയും പൗർണമി ദിവസവും അമാവാസി നവരാത്രി ദിവസങ്ങളിലും ഈ ജപം ഉത്തമമാണ്. ശ്രീ ദുർഗാ സപ്തശ്ലോകി ശിവ ഉവാച ദേവി ത്വം ഭക്തസുലഭേ സർവകാര്യ വിദായിനി കലൗ ഹി കാര്യസിദ്ധ്യർത്ഥമുപായം ബ്രൂഹി യജ്ഞത ഹ. ഇത് ദിവസേന നമ്മൾ ചൊല്ലേണ്ടതാണ്. അതുപോലെ ദേവി ഉവാച ശൃണുദേവി പ്രവക്ഷ്യാമി കലൗ സർവേഷ്ട സാധനം മായാ തദൈവ സ്നേഹാനാഭ്യാം വാ സ്തുതി പ്രകാശ്യതി. ഓം അസ്യ ശ്രീ ദുർഗാ സപ്തശ്ലോകി സ്തോത്ര മഹാമന്ത്രസ്യ നാരായണ ഋഷി അനുഷ്ടുപ്പ് ഛന്ദഃ. ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വത്യോ ദേവതാഃ ശ്രീ ദുർഗാ പ്രീത്യർത്ഥം സപ്തശ്ലോകി ദുർഗാപാഠേ വിനിയോഗ. അങ്ങനെ 7 മന്ത്രങ്ങൾ ഞാനിവിടെ നൽകാം. ആ 7 മന്ത്രങ്ങളും നമ്മൾ ദിവസേന രാവിലെയും വൈകിട്ടും കഴിവതും കുറഞ്ഞതൊരു 7 പ്രാവശ്യമെങ്കിലും ജപിക്കേണ്ടത് വളരെയധികം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഫലങ്ങൾ നമുക്ക് ഉണ്ടാകുവാൻ ഉപകരിക്കുന്നതായിരിക്കും. അത്രയ്ക്കും ഫലപ്രാപ്തിയുള്ള ഒരു സ്തോത്രമാണ് ഞാൻ ഈ താഴെ കൊടുക്കുന്ന സ്തോത്രങ്ങൾ. ഏവരും ഇത് കൃത്യമായും ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക. ദേവി എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും.